കേന്ദ്ര സർക്കാർ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് പ്രതിരോധ മന്ത്രാലയത്തിലുള്ള ഒരു നവരത്ന കമ്പനിയായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലെ ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർ, പ്രോജക്ട് എഞ്ചിനീയർ എന്നീ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 67 ഒഴിവുകളാണ്. അതിൽ 17 ഒഴിവുകൾ കേരളത്തിലാണെന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. കോൺട്രാക്ട് അടിസ്ഥാനത്തിൽ ഇനിഷ്യലി 3 വർഷത്തേക്കായിരിക്കും നിയമനം. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് 2 വർഷം കൂടി എക്സ്റ്റൻഡ് ചെയ്യപ്പെടാം. അത് 5 വർഷം വരെ ലഭിക്കാം. എന്നാൽ പ്രോജക്ട് എഞ്ചിനീയർക്ക് മാക്സിമം 4 വർഷം വരെയാണ് ലഭിക്കുക. 1 വർഷം കൂടി എക്സ്റ്റൻഷൻ ലഭിക്കുകയുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. പ്രായം പറഞ്ഞിട്ടുള്ളത് ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് 40 വയസ്സ് വരെയും അതുപോലെ പ്രോജക്ട് എഞ്ചിനീയർക്ക് 32 വയസ്സ് വരെയും അപേക്ഷിക്കാൻ കഴിയുമെന്ന കാര്യം കൂടി ഓർത്തിരിക്കുക. ശമ്പളം പറയുകയാണെങ്കിൽ ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് പ്രതിവർഷം ആദ്യത്തെ 1-ാമത്തെ വർഷം 60,000 രൂപ, 2-ാമത്തെ വർഷം 65,000 രൂപ, 3-ാമത്തെ വർഷം 70,000 രൂപ, അങ്ങനെ ഓരോ വർഷവും 5,000 രൂപ എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം പ്രോജക്ട് എഞ്ചിനീയർ ആണെന്നുണ്ടെങ്കിൽ 1-ാമത്തെ വർഷം 40,000 രൂപ, 2-ാമത്തെ വർഷം മുതൽ ഓരോ വർഷവും അഡീഷണൽ ആയിട്ട് 5,000 രൂപയായിരിക്കും എക്സ്ട്രാ ലഭിക്കുക എന്നാലും മനസ്സിലാക്കുക. അതുപോലെ ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് പ്രതിവർഷം 20,000 രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി കൂടി എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും. അതിനുള്ള സാലറി കൂടി ലഭിക്കുന്നതായിരിക്കും. അതോടൊപ്പം പ്രോജക്ട് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പ്രതിവർഷം 12,000 രൂപയുടെ മെഡിക്കൽ ഇൻഷുറൻസ് പോളിസി അടക്കത്തെ കീഴിലുള്ള പോളിസി എടുക്കാനായിട്ടുള്ള അതും സാലറി ലഭിക്കുന്നതായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. സെലക്ഷൻ എങ്ങനെ വെച്ചാൽ റിട്ടേൺ ടെസ്റ്റ് ഉണ്ടാകും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാകും. റിട്ടേൺ ടെസ്റ്റിന് 85% മാർക്കും ഇൻ്റർവ്യൂവിന് 15% മാർക്കുമാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അപേക്ഷിക്കുവാനായിട്ട് https:/bl-india.in എന്ന സൈറ്റ് വഴി വേണം അപേക്ഷിക്കാനായിട്ട്. അപേക്ഷിക്കേണ്ട അവസാന തീയതി 2025 സെപ്റ്റംബർ 17 കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അപേക്ഷാ ഫീസുണ്ട്. ഫീൽഡ് ഓപ്പറേഷൻ എഞ്ചിനീയർക്ക് 450 രൂപയും GST ആണ് അപേക്ഷാ ഫീസ്. എന്നാൽ പ്രോജക്ട് എഞ്ചിനീയർക്ക് 400 രൂപ അപേക്ഷാ ഫീസാണ്. SC/ST-കാരായിട്ടുള്ളവർക്കും ഡിസബിലിറ്റി ഉള്ളവർക്കും അപേക്ഷാ ഫീസ് ഇല്ല എന്ന കാര്യം കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഒന്നുകൂടി ഞാൻ പറയുന്നു, https:/bl-india.in എന്ന സൈറ്റ് വഴി 2025 സെപ്റ്റംബർ 17 വരെയിലേക്ക് അപേക്ഷിക്കാൻ കഴിയും. കേരളത്തിലും അവസരങ്ങളുണ്ട് എന്നൊരു ശ്രദ്ധിക്കുക. 17 വേക്കൻസികൾ കേരളത്തിലാണ് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ബാക്കിയുള്ള 50 വേക്കൻസികളാണ് പഞ്ചാബിലുള്ളത്. കേരളത്തിൽ പഞ്ചാബിലേക്ക് മാത്രമാണ് ഈ സെലക്ഷൻ പ്രോസസ് വഴി നിയമനം ലഭിക്കുക എന്ന കാര്യം മനസ്സിലാക്കുക. താങ്ക് യു.